ഓരോ രാത്രിയും നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ ഈ ലോകം നിശ്ചലമാകുന്നുണ്ടാകാം, പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ ശക്തി ഉണർന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ആ നിമിഷങ്ങളിൽ പ്രപഞ്ചം അതിൻ്റെ കാതുകൾ നിങ്ങളിലേക്ക് കൂർപ്പിച്ചു വച്ചിരിക്കുകയാണ്. വെറും 10 മിനിറ്റ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രപഞ്ചത്തോടൊന്ന് സംസാരിച്ചു നോക്കൂ. നിങ്ങളുടെ തലവര തന്നെ തിരുത്തിക്കുറിക്കാൻ ആ 10 മിനിറ്റുകൾക്ക് സാധിക്കും. കാരണം നിങ്ങളുടെ ഓരോ വാക്കിലും പ്രപഞ്ചം കാത്തുനിൽക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായുള്ള ആ വൈബ്രേഷനു വേണ്ടിയാണ്. ഇന്നു രാത്രി നിങ്ങൾ വെറുമൊരു സാധാരണ മനുഷ്യനായിട്ടല്ല കിടക്കയിലേക്ക് പോകുന്നത്, മറിച്ച് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും കരുത്തനായ മാനിഫെസ്റ്ററായിട്ടാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ പ്രപഞ്ചം തയ്യാറായി കഴിഞ്ഞു. ആ അത്ഭുതത്തിനായി നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് തുടങ്ങാം. 1. രാത്രിയിലെ ഉപബോധ മനസ്സിന്റെ ഉണർവ്. ശാസ്ത്രീയ ഗവേഷണങ്ങൾ പറയുന്നത് നാം ഉറങ്ങുമ്പോൾ നമ്മുടെ ബോധമനസ്സ് വിശ്രമിക്കുന്നു എന്നാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ 95% നിയന്ത്രിക്കുന്ന നമ്മുടെ ഉപബോധ മനസ്സ് അപ്പോൾ സജീവമാകുന്നു. ഉപബോധ മനസ്സ് ഒരു സ്പോഞ്ച് പോലെയാണ്. ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾ അത് ആഴത്തിൽ വലിച്ചെടുക്കുന്നു. ഇതിനെയാണ് അവസാന ചിന്ത ആദ്യത്തെ ഫലം എന്ന് വിളിക്കുന്നത്. നിങ്ങൾ അവസാനമയത്ത ചിന്തയാണ് നിങ്ങളുടെ ആദ്യത്തെ യാഥാർത്ഥ്യമായി മാറുന്നത്. അതുകൊണ്ടാണ് രാത്രി ഉറങ്ങുന്നതിനു മുമ്പുള്ള 10 മിനിറ്റിലെ ഊർജ്ജ ക്രമീകരണം ഏറ്റവും പ്രധാനമാകുന്നത്. 2. കൃതജ്ഞത എന്ന ഏറ്റവും വലിയ ശക്തി. ലോകത്തിലെ ഏറ്റവും ഉയർന്ന വൈബ്രേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് കൃതജ്ഞതയാണ്. നിങ്ങൾ നന്ദി പ്രപഞ്ചമേ എന്നു പറയുമ്പോൾ നിങ്ങളുടെ ഊർജ്ജനിലയെ നിങ്ങൾ തൽക്ഷണം മാറ്റുന്നു. ഇതൊരു വെറും വാക്കല്ല, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പ്രപഞ്ചത്തിന് സിഗ്നൽ നൽകുന്ന ഒരു കോഡാണിത്. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഹൃദയത്തിൽ നിന്ന് പറയുക, നന്ദി പ്രപഞ്ചമേ, എനിക്കെല്ലാമുണ്ട്. ഈ ശരീരത്തിന്, ഈ ജീവിതത്തിന്, ഈ ശ്വാസത്തിന് നന്ദി. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി. നിങ്ങൾ നന്ദിയുള്ളവരാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നേടാനുള്ള ഒരു കാന്തമായി നിങ്ങൾ മാറുന്നു. 3. അഫർമേഷൻസ് അഥവാ പ്രപഞ്ചത്തിനുള്ള നിർദ്ദേശങ്ങൾ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, നിങ്ങൾ 10 മിനിറ്റ് ആവർത്തിക്കുന്ന രാത്രിയിലെ മാനിഫെസ്റ്റേഷൻ അഫർമേഷൻസ്. ഇത് വെറും വാക്കുകളല്ല, നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്ന കോഡുകളാണ്. കണ്ണുകൾ അടച്ച് ഓരോ വരിയും പൂർണ്ണമായി അനുഭവിച്ചുകൊണ്ട് പറയുക. 1. ഞാൻ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2. ഞാൻ വളരെ ശക്തനായ ഒരു സൃഷ്ടാവാണ്. 3. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു. 4. ഞാനിപ്പോൾ സമൃദ്ധി സ്വീകരിക്കാൻ പൂർണ്ണമായും തയ്യാറാണ്. 5. എൻ്റെ എല്ലാ പരിമിതികളും ഇല്ലാതായിരിക്കുന്നു. 6. ഞാൻ പ്രപഞ്ചത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. 7. എൻ്റെ ഉപബോധ മനസ്സ് ഇപ്പോൾ എൻ്റെ യാഥാർത്ഥ്യത്തെ മാറ്റുകയാണ്. ഈ അഫർമേഷൻസ് പതുക്കെ വികാരത്തോടെ, സ്നേഹത്തോടെ ആവർത്തിക്കുക. കാരണം വികാരങ്ങൾ ചേരുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. 4. വിഷ്വലൈസേഷൻ അഥവാ ഭാവിയുടെ സങ്കല്പം. ഇപ്പോൾ കണ്ണുകൾ അടയുക, പതുക്കെ ശ്വാസമെടുക്കുക. നിങ്ങൾ ആഗ്രഹിച്ച ആ സ്വപ്നഭവനത്തിൽ നിങ്ങൾ നിൽക്കുന്നതായി സങ്കൽപ്പിക്കുക. നിങ്ങൾ ചിന്തിച്ച ആ വരുമാനം നിങ്ങൾ നേടുന്നു. നിങ്ങൾ കൊതിച്ച ആ സാധനം നിങ്ങളുടെ കൈകളിലുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയുന്നു, നന്ദി പ്രപഞ്ചമേ. ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു പരിശീലനമാണ്. യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളും സങ്കൽപ്പിക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം തലച്ചോറിന് മനസ്സിലാകില്ല എന്ന് ന്യൂറോ സയൻസ് തെളിയിച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ എന്താണോ സങ്കൽപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകും. 5. ശാസ്ത്രീയ രഹസ്യം, ഊർജവും ഫ്രീക്വൻസിയും. ഇതിൻ്റെ ശാസ്ത്രീയ അടിസ്ഥാനം മനസ്സിലാക്കുക. എല്ലാം ഊർജമാണ്. നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, വാക്കുകൾ എല്ലാം. ഭയത്തോടെയും ഉത്കണ്ഠയോടെയും സംശയത്തോടെയും നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ കുറഞ്ഞ ഫ്രീക്വൻസിയാണ് അയക്കുന്നത്. എന്നാൽ കൃതജ്ഞതയും വിശ്വാസവും സന്തോഷവുമായി ഉറങ്ങുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഉയരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ ഫ്രീക്വൻസിയുമായി നിങ്ങളെ തന്നെ ബന്ധിപ്പിക്കുക. അത് സ്വയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതിനാൽ നിങ്ങളുടെ ജോലി വളരെ ലളിതമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കുന്ന അതേ വികാരത്തോടെയും ഊർജത്തോടെയും ഉറങ്ങാൻ ശീലിക്കുക. ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഊർജത്തെ നിങ്ങൾ ശരിക്കും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നത്തിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുവരിക. 10 മിനിറ്റ് പ്രപഞ്ച പ്രാർത്ഥന. മിനിറ്റ് 1 മുതൽ 2 വരെ
നിശബ്ദതയും സമാധാനവും. ശാന്തമായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. പതുക്കെ ദീർഘമായി ശ്വാസമെടുത്ത് നിങ്ങളിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുക. പ്രപഞ്ചത്തിന്റെ ഊർജ്ജം അനുഭവിക്കുന്നതുപോലെ മനസ്സിനെ ശാന്തമാക്കുക. മിനിറ്റ് 3 മുതൽ 5 വരെ കൃതജ്ഞത വ്യക്തമാക്കുക. പതുക്കെ ഹൃദയത്തിൽ നിന്ന് അനുഭവിച്ചുകൊണ്ട് പറയുക, ഈ ദിവസത്തിന് നന്ദി, ഈ ജീവിതത്തിന് നന്ദി, എന്നിലേക്ക് വരുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും പ്രപഞ്ചമേ നന്ദി. പ്രപഞ്ചം നിങ്ങളെ കേൾക്കുന്നുണ്ടെന്ന പോലെ ഓരോ വാക്കും ഹൃദയത്തിൽ നിന്ന് പറയുക. മിനിറ്റ് 6 മുതൽ 8 വരെ ഉറച്ച വിശ്വാസത്തോടെ ഉറപ്പിക്കുക. അഫർമേഷൻസ് ആഴത്തിലുള്ള വികാരത്തോടെ പറയുക. ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു. പ്രപഞ്ചം എനിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു. അതിപ്പോൾ തന്നെ സത്യമാകുന്നു എന്ന പോലെ ഓരോ വാക്കും ഉള്ളിൽ അനുഭവിക്കുക. മിനിറ്റ് 9 മുതൽ 10 വരെ സങ്കൽപ്പിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം ജീവിക്കുന്നതായി സങ്കൽപ്പിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങളുടെ പക്കലുണ്ട്. നിങ്ങൾ സമാധാനവും വിജയവും സന്തോഷവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പതുക്കെ പറയുക, നന്ദി പ്രപഞ്ചമേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു. ഇപ്പോൾ ഉറങ്ങാനുള്ള സമയമായി. എന്നാൽ ഇതൊരു സാധാരണ ഉറക്കമല്ല, തികഞ്ഞ ഒരു ദിവ്യ സമർപ്പണമാണ്. നിങ്ങൾ പ്രപഞ്ചത്തിന് നിങ്ങളുടെ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇനി വിശ്വസിക്കുക, പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായി എല്ലാം ക്രമീകരിക്കുകയാണ്. ശുഭരാത്രി. വിശ്വാസത്തോടെ ഉറങ്ങുക, അത്ഭുതങ്ങളോടെ ഉണരുക. നിങ്ങൾ നിങ്ങളുടെ വിധിയുടെ സഹസൃഷ്ടാവാണെന്ന് എപ്പോഴും ഓർക്കുക. എല്ലാ രാത്രിയും ഉറങ്ങുന്നതിനു മുൻപ് വെറും 10 മിനിറ്റ് പ്രപഞ്ചത്തോട് ചേർന്നാൽ ഈ 10 മിനിറ്റ് നിങ്ങളുടെ തലവര, നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റും. വിലയേറിയ പുസ്തകങ്ങളോ ഗുരുവോ ആവശ്യമില്ല. വെറും 10 മിനിറ്റ് നിങ്ങളോടും പ്രപഞ്ചത്തോടും ചേരാൻ. എന്നിട്ട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ വരുന്നുവെന്ന് കാണുക. രാത്രിയിലെ പ്രപഞ്ച മാനിഫെസ്റ്റേഷന്റെ 10 വലിയ നേട്ടങ്ങൾ. 1. മനസ്സിനും ആത്മാവിനും സമാധാനം ലഭിക്കുന്നു. രാത്രിയിലെ ഈ പരിശീലനം കൊണ്ട് തലച്ചോർ ശാന്തമാകുന്നു, ഉറക്കം അഗാധമാകുന്നു, ശരീരം മുഴുവൻ ഒരു ദിവ്യ ഊർജത്താൽ നിറയുന്നു. 2. നെഗറ്റിവിറ്റി താനെ അകലുന്നു. ഭയം, ഉത്കണ്ഠ, പിരിമുറുക്കം എന്നിവ പതുക്കെ ഇല്ലാതാകുന്നു. കാരണം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ശക്തിയുമായി ബന്ധപ്പെടുന്നു. 3. ഉപബോധ മനസ്സിന് പുതിയ പ്രോഗ്രാം ലഭിക്കുന്നു. ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയുകയും അവ നിങ്ങളുടെ പുതിയ തലവര സൃഷ്ടിക്കുകയും ചെയ്യുന്നു. 4. സ്വപ്നങ്ങളുടെ ഫ്രീക്വൻസിയിൽ ഉറക്കം വരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ വികാരത്തോടെ ഉറങ്ങുമ്പോൾ പ്രപഞ്ചം അതേ തരംഗങ്ങൾ നിങ്ങളിലേക്ക് അയയ്ക്കുന്നു. 5. ആത്മവിശ്വാസവും വിശ്വാസവും വർദ്ധിക്കുന്നു. എല്ലാ രാത്രിയും പ്രപഞ്ചവുമായി ബന്ധപ്പെടുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ അഗാധമായ വിശ്വാസമുണ്ടാകും. 6. ശരിയായ അവസരങ്ങളും മനുഷ്യരും സംഭവങ്ങളും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. യാതൊരു ശ്രമവുമില്ലാതെ നിങ്ങൾക്ക് അർഹമായതെല്ലാം ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നു. നിങ്ങൾ നേരത്തെ അതിന് തയ്യാറായിരുന്നില്ല എന്നു മാത്രം. 7. നിങ്ങളുടെ ഊർജം ദിവ്യതലത്തിലെത്തുന്നു. രാത്രിയിൽ പ്രപഞ്ചത്തോട് സംസാരിക്കുന്നത് നിങ്ങളുടെ വൈബ്രേഷനെ അത്രത്തോളം ശുദ്ധീകരിക്കുന്നു. നിങ്ങൾ തന്നെ ഒരു പ്രകാശം അനുഭവിക്കുന്നു. 8. ക്ഷീണവും ഭാരവും അപ്രത്യക്ഷമാകുന്നു. രാത്രിയിലെ ഈ പരിശീലനം മനസ്സിനെ മാത്രമല്ല ശരീരത്തെയും ഭാരം കുറഞ്ഞതാക്കുന്നു. എല്ലാ ഭാരവും ഇറക്കിവെച്ചതുപോലെ. 9. ജീവിതത്തിൽ പ്രതീക്ഷയും പോസിറ്റീവ് ചിന്തയും മടങ്ങിവരുന്നു. ഓരോ പ്രഭാതത്തിലും നിങ്ങൾ പുതിയ പ്രതീക്ഷയോടെയും ഊർജത്തോടെയും ഉണരുന്നു. ഒരു പുതിയ അധ്യായം തുടങ്ങുന്നതുപോലെ. 10. നിങ്ങളുടെ തലവര ശരിക്കും മാറാൻ തുടങ്ങുന്നു. പതുക്കെ, ഞാൻ പണ്ടെവിടെയായിരുന്നു, ഇപ്പോൾ ഞാൻ ആരായി മാറിയെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുന്ന ഒരു സമയം വരും. അപ്പോൾ ഉത്തരം ലഭിക്കും, ഞാൻ പ്രപഞ്ചവുമായി ബന്ധപ്പെടാൻ പഠിച്ചു എന്ന്. അതിനാൽ ഇന്ന് രാത്രി മുതൽ ഈ 10 മിനിറ്റ് നിങ്ങൾക്കായി നൽകുക. കാരണം നിങ്ങൾ പ്രപഞ്ചത്തെ വിളിക്കുമ്പോൾ പ്രപഞ്ചം എപ്പോഴും ഉത്തരം നൽകും. മാനിഫെസ്റ്റേഷൻ ഫലപ്രദമാകാത്ത 5 തെറ്റായ രീതികൾ. എല്ലാ രാത്രിയും നിങ്ങൾ പ്രപഞ്ചത്തോട് എന്തെങ്കിലും ആവശ്യപ്പെടുന്നു. ചിലപ്പോൾ പണം, ചിലപ്പോൾ പ്രണയം, ചിലപ്പോൾ സമാധാനം. എന്നാൽ നിങ്ങൾ പറയുന്ന രീതി തെറ്റായിരിക്കാമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ശരിയായ വാക്കുകളും ശരിയായ വികാരവും ശരിയായ ഊർജവുമില്ലെങ്കിൽ പ്രപഞ്ചം കേൾക്കുമെങ്കിലും ഉത്തരം നൽകില്ല. അതിനാൽ ഉറങ്ങുന്നതിനു മുമ്പ് ആളുകൾ ചെയ്യുന്ന ആ 5 തെറ്റുകൾ ഇന്നറിയുക. അതുമൂലം അവരുടെ തലവര മാറുന്നതിനു പകരം കൂടുതൽ സങ്കീർണമാകുന്നു. 1.
വെറുതെ പറയുന്നു, അനുഭവിക്കുന്നില്ല. ആളുകൾ നന്ദി പ്രപഞ്ചമേ എന്ന് പറയുന്നു, എന്നാൽ ഉള്ളിൽ യാതൊരു വികാരവുമുണ്ടാകില്ല. പ്രപഞ്ചം വാക്കുകളോടല്ല, നിങ്ങളുടെ വികാരങ്ങളുടെ ഫ്രീക്വൻസിയോടാണ് പ്രതികരിക്കുന്നത്. 2. വിശ്വാസമില്ലാതെ പറയുന്നു. പലരും ഉള്ളിൽ ചിന്തിക്കുന്നത് ഇതൊക്കെ വെറും ടൈം പാസാണ്, ഒന്നും സംഭവിക്കില്ല എന്നാണ്. ഈ സംശയം നിങ്ങളുടെ എല്ലാ ഊർജത്തെയും തടയുന്നു. 3. തിടുക്കത്തിലോ നിർബന്ധിതമായോ പറയുന്നു. എന്തായാലും പറയാം, ചിലപ്പോൾ ഉപകാരപ്പെട്ടാലോ എന്ന് കരുതുന്നു. മാനിഫെസ്റ്റേഷൻ ഒരു ഓർഡർ സിസ്റ്റമല്ല, ഭക്തിയോടെ ചെയ്യേണ്ട ഒരു ദിവ്യബന്ധമാണ്, അല്ലാതെ തിടുക്കത്തിൽ ചെയ്യേണ്ടതല്ല. 4. തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുന്നു. ചിലർ പറയുന്നു, എനിക്കൊന്നുമില്ല പ്രപഞ്ചമേ, എനിക്കെന്തെങ്കിലും തരൂ. ഓർക്കുക, ഒന്നുമില്ല എന്ന വൈബ്രേഷനിൽ നിന്ന് പ്രപഞ്ചം കൂടുതൽ ശൂന്യത മാത്രമേ നൽകൂ. എപ്പോഴും പറയുക, ഞാൻ തയ്യാറാണ്, എല്ലാം എന്നിലേക്ക് വരുന്നുണ്ട്. 5. ഉറങ്ങുന്നതിനു മുമ്പ് നെഗറ്റീവ് ചിന്തകളിൽ മുഴുകുന്നു. പകൽ മുഴുവനുമുള്ള ടെൻഷൻ, ദേഷ്യം, പരാതികൾ, എന്നിട്ട് രാത്രി പ്രപഞ്ചത്തോട് അത്ഭുതം ചോദിക്കുന്നു. പ്രപഞ്ചം വ്യക്തത, സമാധാനം, കൃതജ്ഞതയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലാതെ ആശയക്കുഴപ്പത്തിലൂടെയും നിരാശയിലൂടെയുമല്ല. അതിനാൽ പ്രപഞ്ചം നിങ്ങളുടെ തലവര മാറ്റണമെന്ന് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ വെറുതെ സംസാരിക്കുക മാത്രമല്ല, ശരിയായ വികാരം, ശരിയായ വാക്ക്, ശരിയായ ഊർജവുമായി ബന്ധപ്പെടാൻ പഠിക്കുക. പിന്നെ പ്രപഞ്ചം എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ദിശ നൽകുന്നുവെന്ന് കാണുക. ഉറങ്ങുന്നതിനു മുമ്പ് സംസാരിക്കേണ്ട കൃത്യവും ഫലപ്രദവുമായ 5 രീതികൾ. ദിവസവും രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ പ്രപഞ്ചത്തോട് സംസാരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, പ്രപഞ്ചം ഓരോ വികാരവും ഓരോ വാക്കും രേഖപ്പെടുത്തുന്നു. എന്നാൽ നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എന്നതിലാണ് വ്യത്യാസം. തെറ്റായ രീതിയാണെങ്കിൽ ഒന്നും മാറില്ല. എന്നാൽ ശരിയായ രീതിയാണെങ്കിൽ പ്രപഞ്ചം തന്നെ നിങ്ങളുടെ തലവരയുടെ താക്കോലായി മാറും. നിങ്ങളുടെ സാധാരണ രാത്രിയെ അത്ഭുതകരമാക്കാൻ കഴിയുന്ന 5 ശരിയായ രീതികൾ ഇന്നറിയുക. 1. വർത്തമാനകാലത്തിൽ പറയുക, എല്ലാം ഇപ്പോൾ നിങ്ങളുടെ പക്കലുണ്ട് എന്ന പോലെ. തെറ്റ്, എനിക്ക് പണം നൽകൂ പ്രപഞ്ചമേ. ശരി, നന്ദി പ്രപഞ്ചമേ, എനിക്ക് പണത്തിന് യാതൊരു കുറവുമില്ല. നിങ്ങൾ ഇപ്പോൾ എന്താണോ അനുഭവിക്കുന്നത് അതായിരിക്കും നാളത്തെ നിങ്ങളുടെ സത്യം. 2. ഹൃദയത്തിൽ നിന്ന് പറയുക, യാന്ത്രികമായിട്ടല്ല, ആത്മാർത്ഥമായി. വെറുതെ വായിക്കുകയോ ആവർത്തിക്കുകയോ ചെയ്യരുത്. ഓരോ വാക്കും നിങ്ങളുടെ സിരകളിൽ നിന്ന് വരുന്നതുപോലെ അനുഭവിക്കുക. 3. സങ്കൽപ്പിച്ചുകൊണ്ട് പറയുക, നന്ദി പ്രപഞ്ചമേ എന്നു പറയുമ്പോഴെല്ലാം കണ്ണുകൾ അടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ശരിക്കും സംഭവിക്കുന്നതായി സങ്കൽപ്പിക്കുക. മനസ്സിനെ കാണിക്കുക, ഹൃദയത്തെ അനുഭവിപ്പിക്കുക. 4. കൃതജ്ഞതയോടെ തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുക. ഓരോ മാനിഫെസ്റ്റേഷനും തുടങ്ങേണ്ടത് ഇങ്ങനെയാണ്: ഈ നിമിഷത്തിന് നന്ദി, എന്റെ ജീവിതത്തിന് നന്ദി. അവസാനിക്കേണ്ടത് ഇങ്ങനെയാണ്: നന്ദി പ്രപഞ്ചമേ, ഞാൻ സ്വയം സമർപ്പിക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു. 5. ഉറങ്ങുന്നതിനു മുമ്പ് ശാന്തവും സ്വീകരിക്കുന്നതുമായ അവസ്ഥയിൽ പറയുക. ലൈറ്റുകൾ ഓഫ് ചെയ്യുക, ഫോൺ ദൂരെ വയ്ക്കുക, മനസ്സ് ശാന്തമാക്കുക. തലച്ചോറ് ശാന്തമായിരിക്കുമ്പോൾ പറയുന്ന ഓരോ വാക്കും നേരെ ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങുന്നു. അവിടെ നിന്നാണ് നിങ്ങളുടെ തലവര എഴുതപ്പെടുന്നത്. അതിനാൽ ഇന്ന് രാത്രി വെറുതെ വാക്കുകൾ ആവർത്തിക്കരുത്. നിങ്ങളുടെ ഉള്ളിലെ ഫ്രീക്വൻസി മാറ്റുക. കാരണം വികാരവും വാക്കും ഒന്നാകുമ്പോൾ പ്രപഞ്ചം പോലും വഴങ്ങുന്നു, നിങ്ങൾക്കു വേണ്ടി മാത്രം. അതൊരു രാത്രി സമയമായിരുന്നു. എല്ലാവരും അവരവരുടെ സ്വപ്നങ്ങളിൽ ലയിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ഒരു വ്യക്തി ഉറങ്ങുന്നതിനു മുമ്പ് തന്റെ തലവര മാറ്റാൻ തയ്യാറെടുക്കുകയായിരുന്നു. അവൻ തളർന്നിരുന്നു. നിരാശകൾ അവന്റെ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കിയിരുന്നു. കുട്ടിക്കാലം മുതൽ ഇന്നുവരെ എത്ര അധ്വാനിച്ചോ അതൊന്നും അവന് കിട്ടില്ല. ചിലപ്പോൾ പ്രപഞ്ചത്തെ കുറ്റപ്പെടുത്തി, ചിലപ്പോൾ ഭിതിയെ പഴിചാരി. എന്നാൽ ഒരു രാത്രി അവൻ നിന്നു. അവൻ മൊബൈലിൽ ടൈപ്പ് ചെയ്തു, പ്രപഞ്ചത്തിന്റെ സഹായത്തോടെ നിങ്ങളുടെ തലവര എങ്ങനെ മാറ്റാം. അവന്റെ കണ്ണുകളിൽ ക്ഷീണമുണ്ടായിരുന്നുവെങ്കിലും ഹൃദയത്തിൽ ഒരു തീപ്പൊരി അവശേഷിച്ചിരുന്നു. അവന്റെ കഥ അപൂർണമായി തുടരാൻ അവൻ ആഗ്രഹിച്ചില്ല. ഒരു രണ്ടാമത്തെ അവസരം, ഒരു പുതിയ തുടക്കം അവൻ ആഗ്രഹിച്ചു. ഗൂഗിളിൽ അവനൊരു ലേഖനം ലഭിച്ചു. അതിലെഴുതിയിരുന്നു, പ്രപഞ്ചത്തോട് ദിവസവും വെറും 10 മിനിറ്റ് സംസാരിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അത് നിങ്ങൾക്ക് നൽകും. അവൻ ഞെട്ടിപ്പോയി, കാരണം ഇതൊരു മാന്ത്രികം പോലെ തോന്നി. എന്നാൽ ഹൃദയത്തിൽ ഒരു ചോദ്യമുയർന്നു, ഇത് ശരിക്കും അത്ര എളുപ്പമാണോ? പ്രപഞ്ചം കേൾക്കുമോ? എന്നാൽ പിന്നെ അവൻ ചിന്തിച്ചു, ഞാൻ ലോകത്തിന്റെ 1000 ശബ്ദങ്ങൾ കേട്ടു, എന്നാൽ എന്റേത് കേട്ടില്ല.
ഇനി ഒരു തവണ പ്രപഞ്ചത്തോടും സംസാരിക്കാം. ഒരുപക്ഷെ അത് കേട്ടാലോ? ആ രാത്രി അവന്റെ മുറിയിൽ ശാന്തമായിരുന്നു. മൊബൈൽ ഓഫ് ചെയ്തു, ലൈറ്റുകൾ അണച്ചു, പതുക്കെ കണ്ണുകൾ അടച്ചു. തുടക്കത്തിൽ വിചിത്രമായി തോന്നി. എന്നാൽ പിന്നെ അവൻ അതേ വാക്കുകൾ ആവർത്തിക്കാൻ തുടങ്ങി. നന്ദി പ്രപഞ്ചമേ, എന്റെ ജീവിതത്തിന് നന്ദി, വരാനിരിക്കുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും നന്ദി. പതുക്കെ അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ അലിയാൻ തുടങ്ങി. തകർന്നുപോയ അവൻ ഒത്തുചേരാൻ തുടങ്ങി. തളർന്നുപോയ അവന് സമാധാനം അനുഭവപ്പെടാൻ തുടങ്ങി. എല്ലാ രാത്രിയും അവൻ ഇതുതന്നെ ചെയ്തു. പതുക്കെ അവന്റെ വൈബ്രേഷൻ മാറി. അവന് പുതിയ ക്ലയന്റിനെ ലഭിച്ചു. വർഷങ്ങളായി അവൻ സ്വപ്നം കണ്ടിരുന്ന ജോലിയിൽ നിന്ന് കോൾ വന്നു. ബന്ധങ്ങളിൽ ഉണർവ് തുടങ്ങി. ആത്മവിശ്വാസം തിരിച്ചുവന്നു. ഊർജം മാറുമ്പോൾ തലവര മാറുമെന്ന് അവൻ മനസ്സിലാക്കി. ലക്ഷ്യം മാറുമ്പോൾ ഊർജം മാറുമെന്നും അവൻ മനസ്സിലാക്കി. ഇപ്പോഴാ കുട്ടി എല്ലാ രാത്രിയും പ്രപഞ്ചത്തോട് സംസാരിക്കുന്നു. കാരണം ഹൃദയത്തിൽ നിന്ന് വിളിച്ചാൽ പ്രപഞ്ചം കേൾക്കുമെന്ന് അവൻ ഇപ്പോഴറിയാം. ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് യാദൃശ്ചികമാണെന്ന് കരുതി തള്ളിക്കളയരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ പാതയിലേക്ക് നിങ്ങളെ തിരികെ വിളിക്കാനുള്ള പ്രപഞ്ചത്തിന്റെ ഒരു നിശബ്ദ മാഡ്സമാണിത്. നിങ്ങളുടെ തലവര മാറ്റാനും ഓരോ തടസ്സങ്ങളെയും അതിജീവിച്ച് പുതിയൊരു യാഥാർത്ഥ്യം കെട്ടിപ്പടുത്താനുമുള്ള അപാരമായ ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ ശക്തിയെ ഉണർത്താൻ നിങ്ങളെ ഓരോ ദിവസവും ഓർമ്മിപ്പിക്കാൻ ഒരു ശബ്ദം കൂടെ ഉണ്ടാകണം. ആ ശബ്ദമാണ് ഇവിടെ ഓരോ വീഡിയോയിലൂടെയും നിങ്ങളിലേക്ക് എത്തുന്നത്. ഇതൊരു വെറും ചാനലല്ല, മറിച്ച് സ്വയം കണ്ടെത്താനുള്ള ഒരു വലിയ തപസ്സാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് പൂർണ്ണമായ വ്യക്തതയിലേക്കും സഞ്ചരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഈ യാത്രയിൽ നമുക്കൊന്നിച്ചു മുന്നേറാം. ഈ മാറ്റം നിങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്കും പടർത്താൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ ഒരുപക്ഷെ മറ്റൊരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. അതോടൊപ്പം സമാനമായ ചിന്താഗതിയുള്ളവരുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഈ വലിയ അവസരത്തിന് നന്ദി പറയാൻ നമുക്ക് മറക്കാതിരിക്കാം. നിങ്ങൾ ഈ പുതിയ തുടക്കത്തിന് തയ്യാറാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് രേഖപ്പെടുത്തുക. ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല, പ്രപഞ്ചവും ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്. അത്ഭുതങ്ങൾ സംഭവിക്കാനിരിക്കുന്നതേയുള്ളൂ. പരക്കട്ടെ പ്രകാശം.